സറാണ്ടയിൽ നമ്മൾ താമസിക്കുന്ന ആ കടൽ തീരത്തെ മനോഹരമായ ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അലക്സാൻഡ്രോസ് റിസപ്ഷനിൽ തന്നെയുണ്ട്. ഈ പെൺകുട്ടിയായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുക, റിസപ്ഷനിസ്റ്റ് പെൺകുട്ടിയായിട്ട്. ഞാൻ കൊണ്ടുപോയി കീ കൊടുത്തു ചെക്കൗട്ട് പ്രോസസ്സ് എല്ലാം പൂർത്തിയാക്കി. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, അവർക്ക് ഇംഗ്ലീഷ് അറിയാം, എനിക്കിനി ആദ്യം പോകേണ്ടത് അപ്പളോണിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് അർഡനിക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം, പിന്നെ ബറാത്ത് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോകണം. ഇതാണ് അതിൻ്റെ ക്രമം. ഇത് നേരത്തെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അലക്സാൻഡ്രോസിനോട് ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി അലക്സാൻഡ്രോസിനോട് അവരുടെ ഭാഷയിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വിശദീകരിച്ചു. അലക്സാൻഡ്രോസ് അപ്പോൾ ഈ പെൺകുട്ടിയോട് കുറേയേറെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഇവർ തമ്മിൽ എന്തൊക്കെയോ കുറേ നേരം സംസാരിക്കുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്താണ് അദ്ദേഹം ഈ പറയുന്നത്? അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അപ്ലോണിയയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന് മലമ്പാതയിലൂടെ പോകാം, അതല്ലെങ്കിൽ കടൽത്തീരപാതയിലൂടെ പോകാം. കടൽത്തീര യാത്രയാണെങ്കിൽ ഇന്നലെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഭൂപ്രദേശത്തൂടെ പോകാം. ഇതേതാ വേണ്ടതെന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് കടൽത്തീരത്തൂടെയുള്ള വഴിയെ പോകാം. പെൺകുട്ടി വീണ്ടും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, കടൽത്തീരത്തൂടെയുള്ള യാത്ര സമയം കൂടുതലെടുക്കും, ഒത്തിരി ഒരു 1.5 മണിക്കൂറെങ്കിലും കൂടുതൽ വേണം. കാരണം വഴി മോശമാണ്, കുറച്ചുകൂടെ ദീർഘമായ യാത്രയാണ്, മനോഹരമായ കാഴ്ചകൾ കിട്ടും. പക്ഷേ നമുക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ 3 സ്ഥലങ്ങളും ഇന്ന് പോകണം. പോയിട്ട് ഇന്ന് രാത്രിയോടുകൂടി നമുക്ക് ടെറാനയിലെത്തണം, തലസ്ഥാന നഗരത്തിലെത്തണം, എത്തിയേ പറ്റൂ. അപ്പോൾ ഇത് വീണ്ടും പറഞ്ഞു, ഈ 3 സ്ഥലം നമുക്ക് കവർ ചെയ്യണം സന്ധ്യയാകുന്നതിന് മുമ്പ്. അപ്പോൾ ഇത് ദീർഘമായ യാത്രയാണിന്ന്. അപ്പോൾ അലക്സാൻഡ്രോസ് കുറേ നേരം കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കടൽത്തീരപാതയിലൂടെ പോകേണ്ടെന്ന് വെക്കാം. കാരണം സമയത്തെത്തണമെങ്കിൽ ഇതേ ഉള്ളൂ വഴി, ഇത് നല്ല വഴിയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. ഇങ്ങോട്ട് വന്നതുപോലത്തെ തന്നെയുള്ള മലമ്പ്രദേശങ്ങൾ, കാഴ്ചയ്ക്ക് വലിയ പുതുമയൊന്നുമില്ല. ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഈ തലേ രാത്രിയിൽ ഈ അൽബേനിയയുടെ ചില ചരിത്രം, ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് എൻവർ ഹോജ എന്ന് പറയുന്ന ആൾ ഭരിച്ച കാലത്ത് ലക്ഷക്കണക്കിന് ബങ്കറുകൾ ഈ രാജ്യത്തെല്ലാം പണിതു വെച്ചു. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും ആയിരക്കണക്കിന് 10,000കണക്കിന് ബങ്കറുകൾ. ഇന്ന് ഈ ബങ്കറുകൾ പലതും വീടില്ലാത്തൊരു കയറി താമസിക്കാൻ തുടങ്ങി. ചിലതൊക്കെ ഗ്രാമപ്രദേശങ്ങളിലെ കൃഷിയുടെ ഗോഡൗണുകളാക്കി മാറ്റി. ചിലതൊക്കെ തകർന്നു പോയി. എങ്കിലും വലിയൊരു ശതമാനം പലവിധ കാര്യങ്ങൾക്കായി ആളുകൾ ഇന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ലക്ഷക്കണക്കിനുണ്ടെന്ന് ഓർക്കണം. അതൊക്കെ ഈ ബങ്കറുകൾ കൂടാതെ ഇദ്ദേഹം കുറേ ടണലുകളും പണിതിരുന്നു. ടണലുകളെന്ന് പറയുന്നത് തന്നെ ഭൂമിക്കടിയിൽ കൂടെയുള്ള തുരങ്കങ്ങളാണ്. കിലോമീറ്ററുകൾ നീളമുണ്ട് ഈ ടണലുകളെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ. അതൊരു വലിയൊരു ഭ്രാന്തനാശയമായിരുന്നു. വേറൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1980കളുടെ അവസാനം വരെ ഈ രാജ്യത്ത് ഏതാണ്ട് 30 ലക്ഷത്തിലേറെ ജനങ്ങളുള്ള ഈ രാജ്യത്ത് ആകപ്പാടെയുള്ള കാറുകളുടെ എണ്ണം 3000 എണ്ണം മാത്രമായിരുന്നു. ഒരു രാജ്യത്ത് 3000 കാർ മാത്രമെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. 80കളുടെ അവസാനം വരെയുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഞാനീ ചെല്ലുന്ന സമയത്തൊക്കെ ലക്ഷക്കണക്കിന് കാറുകളുണ്ട്. അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് നോക്കിയാൽ കാണുന്ന 3 കാറുകളിൽ ഒരെണ്ണം മെഴ്സസ് ബെൻസിൻ്റെ കാറായിരിക്കും. 3-1 ബെൻസ് കാറുകളാണ്. അപ്പോൾ മനുഷ്യൻ്റെ കാറിനോടുള്ള ആഗ്രഹം, കൊതിയൊക്കെ ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുക ആളുകൾ. അതും ഏറ്റവും ലക്ഷൂറിയസ് കാറുകൾ വാങ്ങുന്നതിലേക്ക് ആളുകൾ മാറി. ടാക്സി പോലും എന്തിനാ, നമ്മളിൽ പോകുന്ന അലക്സാൻഡ്രോസിൻ്റെ കാർ പോലും ബെൻസ് കാറാണ്. അപ്പോൾ അവിടെ വലിയ തോതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാറുകൾ ഇറക്കുന്നു. വേറൊരു കൗതുകകരമായ കാര്യമുണ്ട്. ഈ കമ്മ്യൂണിസത്തിന് ശേഷം അവിടെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആദ്യം അധികാരത്തിൽ വന്നത്. പിന്നീട് മറ്റു പാർട്ടികൾ അധികാരത്തിൽ വന്നു. ഇപ്പോൾ ആ രാജ്യത്ത് ഞാൻ പറഞ്ഞല്ലോ, വെറും 30 ലക്ഷമോ 35 ലക്ഷമോ ആളുകൾ മാത്രമുള്ള ഒരു രാജ്യം. കേരളത്തിൽ 3.5 കോടി ജനമുണ്ടെന്ന് ഓർക്കണം. നമ്മുടെ കേരളത്തിലുള്ളതിൻ്റെ 10-1 ജനമുള്ള ഒരു രാജ്യത്ത് 60-ലേറെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സർവ്വരും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. മലമ്പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമങ്ങളിൽ വിചിത്രമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉള്ള നാടുകളാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൽ ഒരന്ധവിശ്വാസം എന്താ അറിയോ? ഇവരുടെ എല്ലാം വീടിൻ്റെ മുമ്പിൽ ഒരു ചത്ത പക്ഷിയുടെ സ്റ്റഫ് ചെയ്ത ഒരു ശരീരം തൂവലൊക്കെ കൂടി കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. പ്രേതാത്മാക്കളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാ വീട്ടിലും കാണും മിക്കവാറും. അത് ഈ ഞാനീ പോകുന്ന സമയത്ത് പോലും അതൊക്കെയുണ്ട്. വേറൊരു ആചാരം എന്താണെന്നറിയോ? ഈ വീടിൻ്റെ മുറ്റത്തിൻ്റെ 4 മൂലയിലും ഒരു പ്രത്യേകതരം ചെടി നടും. ഈ ചെടി നട്ടാൽ പ്രേതങ്ങൾ ഇങ്ങോട്ട് കടക്കില്ല, ആത്മാക്കളുടെ ആക്രമണം ഉണ്ടാവില്ല എന്നാണ് അവരുടെ വിശ്വാസം. അംഗവൈകല്യം ഉള്ള കുട്ടികളൊരു വീട്ടിൽ ജനിച്ചാൽ ആ ഗ്രാമത്തിന് തന്നെ ഐശ്വര്യക്കേടാണെന്നും ആപത്താണെന്നുമാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ
അംഗവൈകല്യമുള്ളൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ വനത്തിൽ അല്ലെങ്കിൽ മലയുടെ മുകളിൽ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു ശീലമുണ്ട്, ഒരു രീതി ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ. വളരെ ക്രൂരമായ ചില അനാചാരങ്ങളായിരുന്നു അതൊക്കെ. അതുപോലെ തന്നെ അടുത്ത കാലം വരെയും ലോകത്തെ ഏറ്റവും അധികം പെൺകുഞ്ഞുങ്ങളുടെ ഭ്രൂണഹത്യ നടന്നിരുന്ന ഒരു രാജ്യം അൽബേനിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ രസകരമായ ഒത്തിരി കഥകളും ഒത്തിരി ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാമുള്ള ഒരു നല്ല നാടോടിക്കഥ പോലെ കഥകൾ പറയാൻ കഴിയുന്ന ഒരു നാടാണ് അൽബേനിയ. നമ്മളങ്ങനെ കുറേ ഓടി. അപ്പോഴത്തേക്കും ഇടയ്ക്ക് ചെറിയ മലമ്പ്രദേശത്തെ ചെറിയ ഗ്രാമങ്ങൾ പോലുള്ള ഭാഗങ്ങളിലെത്തുന്നു. അവിടെ താഴെ നദി ഒഴുകുന്നുണ്ട്. അവിടെ വഴിയോരങ്ങളിൽ കുറേ പീടികകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഇൻക്ലൂഡഡ് ആയിരുന്നില്ല ഈ ഹോട്ടലിൻ്റെ പ്ലാനിൽ. അപ്പോൾ നമുക്ക് വഴിയിൽ നിന്ന് എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഞങ്ങൾ ആംഗ്യ ഭാഷയിലൂടെ പരസ്പരം സമ്മതിച്ചു. അങ്ങനെ അവിടെ വണ്ടി നിർത്തി ഇറങ്ങി. അവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കുറേ പീടികകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല, വെയിറ്റ് ചെയ്യണം, കുറച്ച് സമയം കൂടെ എടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയൊക്കെ കയറി അവിടുന്ന് യാത്രയായി. ഒരു വനപ്രദേശം പോലുള്ള സ്ഥലമായിരുന്നത്. അവിടുന്ന് വീണ്ടും യാത്ര തുടർന്ന് കുറേ ദൂരം കൂടി ഓടിക്കഴിയുമ്പോഴത്തേക്കും അലക്സാൻഡ്രോസ് മെയിൻ റോഡിൽ നിന്ന് മൺപാതയിലൂടെ വണ്ടി വിട്ടു. ഒരു മണ്ണ് പൊടിയൊക്കെ ഉള്ളൊരു ഭാഗം, നമുക്കൊട്ടും ഇമ്പ്രസീവായിട്ട് തോന്നാത്തൊരു സ്ഥലം. എനിക്ക് തോന്നുന്ന റോഡിൻ്റെ പണിയെന്തോ നടക്കുകയാണെന്ന് തോന്നുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗത്തൂടെ പൊട്ടിക്കകത്തൂടെ കാർ ഓടിച്ച് ഒരു കെട്ടിടത്തിന് മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. അപ്പോൾ അതൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ മുഖം ചൊളിച്ച് അങ്ങനെ ഇരിക്കുമ്പം അലക്സാൻഡ്രോസ് ഒരു ചിരിയോടെ പറഞ്ഞു, ഇങ്ങനെ കൈ കാണിച്ചു, നല്ല സ്ഥലമാണെന്നുള്ള മട്ടിൽ. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണല്ലോ, ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ പരിസരം ഒന്നും വൃത്തിയുള്ളതല്ല, നമുക്കൊട്ടും മനസ്സിന് ഒരു സുഖമുള്ളൊരു സ്ഥലമല്ല. നമ്മൾ ഇങ്ങനെയൊരു രാജ്യത്ത് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പോലും ഏറ്റവും നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കാനാണല്ലോ നമുക്കിഷ്ടം. അലക്സാൻഡ്രോസ് കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരാൾ വരുന്നു, അലക്സാൻഡ്രോസിനെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അലക്സാൻഡ്രോസിന് എന്തോ പരിചയമുള്ള ആളാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ജുറോക്കാസ്റ്ററിലെ പോലെ തന്നെ എന്തോ ഒരു സൗഹൃദം ഇയാൾക്കുണ്ട്. ഇവർ കുറേ നേരം വർത്തമാനമൊക്കെ പറയുന്നു. ഞാൻ അവിടെ ഒരു മേശയുടെ അടുത്ത് ഒരു കസേര ഇട്ടിരിക്കുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്ലേറ്റിനകത്ത് ഒരു വിഭവം എത്തിക്കഴിഞ്ഞ് എൻ്റെ മേശയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. ചോദ്യവും പറച്ചിലും ഒന്നുമില്ല, എന്താ വേണ്ടതെന്നൊന്നും ചോദിച്ചില്ല. അത് ചോദിച്ചാലും എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനറിയത്തില്ല. കൊണ്ടുവന്ന് വെച്ചത് ചോറാണ്, കുറച്ച് ചോറ്, നമ്മുടെ നെയ്ച്ചോറ് പോലത്തെ ചോറ്. അതിൻ്റെ മുകളിലേക്ക് ഇറച്ചിച്ചാറ് പോലെ എന്തോ ഒരു സാധനം കൂടെ ഒഴിച്ചിരിക്കുന്നു. പിന്നെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് തൈര്. ഇത്രയാണ് സാധനം. അപ്പോൾ അലക്സാൻഡ്രോസ് പറഞ്ഞ് കഴിച്ചോളാൻ പറഞ്ഞു. ഇത് അലക്സാൻഡ്രോസ് പറഞ്ഞതാണോ, ഇത് മാത്രമേ ഉള്ളൂ ഈ നാട്ടിലെ ചായക്കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്, അതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഏതായാലും അതാണ് വന്നത്. ഞാൻ ഏതായാലും രുചിച്ച് നോക്കി, തരക്കേടില്ല, അത് കഴിച്ചു. നമ്മൾ ഈ കഴിക്കുന്ന വിഭവത്തിൻ്റെ പേര് താവേക്കോസി എന്നാണെന്ന് പിന്നീട് മനസ്സിലായി. താവേക്കോസി എന്നാണത്രേ. അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അലക്സാൻഡ്രോസും കഴിച്ചിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ വീണ്ടും ഒരു 2 മണിക്കൂറോടെ നമ്മളിങ്ങനെ ഗ്രാമങ്ങളും മലകളും താഴ്വരകളും ഒക്കെ പിന്നിട്ട് ഓടി അപ്ലോണിയ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് എത്തണം. അപ്ലോണിയ ഒരു കുന്നിൻ്റെ മുകളിലാണ്, ഒരു മലയുടെ മുകളിലേക്ക് കയറണം. ഈ അപ്ലോണിയ 2500 കൊല്ലം മുമ്പ് ഗ്രീക്കുകാർ സ്ഥാപിച്ച ഒരു കോളനിയാണ്. അവരുടെ ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു ഇവിടെ. അത് വെറും ഒരു സെറ്റിൽമെൻറ്റ്, ഒരു കോളനി ആയിരുന്നില്ല. അതൊരു സാംസ്കാരിക നഗരമായിരുന്നു. ഒരു നോളജ് സിറ്റി എന്ന് വേണേൽ പറയാം, ഒരു യൂണിവേഴ്സിറ്റി സിറ്റി എന്ന് വേണേൽ പറയാം. യൂറോപ്പിൽ, അതായത് ഇറ്റലിയിൽ നിന്ന്, റോമിൽ നിന്ന് യുവാക്കൾ കലയും സംസ്കാരവും മറ്റ് വിജ്ഞാന വിഭാഗങ്ങളും ഒക്കെ പഠിക്കാൻ വേണ്ടി വന്ന് താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ അപ്പോളോണിയ. അതായത് അക്കാലത്തെ ഒരു വൈജ്ഞാനിക കേന്ദ്രം. മാത്രമല്ല, അഗസ്റ്റസ് സീസർ BC 44 തത്വചിന്ത പഠിക്കാൻ വന്നത് ഇവിടെയാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന അഗസ്റ്റസ് സീസറിന് വിദ്യാഭ്യാസം കൊടുത്ത സ്ഥലമാണ് ഈ അപ്പോളോണിയ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഒരു കാലത്തെ 2500 വർഷം മുമ്പ് മുതൽ വമ്പൻ ഒരു സാംസ്കാരിക കേന്ദ്രം, ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, ഒരു യൂണിവേഴ്സിറ്റി സിറ്റി, നമ്മുടെ നളന്ദ, തക്ഷശില എന്നൊക്കെ പറയുന്ന പോലെ അതിനേക്കാൾ മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ആ യൂറോപ്പിൻ്റെ ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ഇവിടെ. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ടിക്കറ്റ് എടുക്കണം. പാർക്കിംഗ് ഏരിയയുണ്ട്. അതിവിശാലമായൊരു പ്രദേശമാണ്. കുറേയേറെ നിർമ്മിതികളുണ്ട്. അധികം ഈ 2500 വർഷത്തിനൊന്നും പഴക്കമില്ലാത്ത ചില മൊണാസ്ട്രികളുണ്ട്. 1000 വർഷത്തിൻ്റെയൊക്കെ പഴക്കമുള്ള ക്രിസ്ത്യൻ മൊണാസ്ട്രികൾ, അതിനോടനുബന്ധമായ പള്ളികളുണ്ട്. ഈ മൊണാസ്ട്രിയൊക്കെ ഇന്ന് ഏതാണ്ടൊരു പൂർണ്ണ രൂപത്തിൽ തന്നെയുണ്ട്. ആ മൊണാസ്ട്രിയുടെ പല ഭാഗങ്ങളും ഇന്നൊരു മ്യൂസിയമാണ്. പക്ഷേ മനോഹരമാണ്. ആ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആ മൊണാസ്ട്രി അതേ രൂപത്തിൽ തന്നെ സംരക്ഷിച്ചിരിക്കുന്നു. അവിടുന്ന് നമുക്ക് ഈ മൊട്ടക്കുന്നിൻ്റെ, ഈ മലമുകളിലെ കുന്നിൻ മുകളിലൂടെ ഇങ്ങനെ നടക്കാം. കുന്നിൻ മുകളിലൂടെ നടക്കുമ്പോൾ പലവിധ നിർമ്മിതികളുണ്ട് അവിടെ. അതിൽ കുറേ എണ്ണമൊക്കെ തകർന്നു പോയിരിക്കുന്നു, ചിലത് പാതിയുണ്ട്, ചിലത് വളരെ കുറച്ചേ ഉള്ളൂ, തറ മാത്രം അവശേഷിക്കുന്നുണ്ട്, തൂണുകളുള്ളതുണ്ട്. ഇങ്ങനെയുണ്ട്. സിറ്റി കൗൺസിലിൻ്റെ മന്ദിരം, അയോണിക് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു നിർമ്മിതി,
പ്രധാനപ്പെട്ട ആംഫി തിയേറ്റർ, വമ്പനൊരു ലൈബ്രറി മന്ദിരം. 2500 കൊല്ലം മുമ്പത്തെ ലൈബ്രറിയാണെന്ന് ഓർക്കണം. അക്കാലത്തിൽ ലൈബ്രറി ഉണ്ടായിരുന്നു അവർക്ക്. കൂടാതെ ഒരു ഭാഗം മുഴുവൻ കച്ചവടത്തിൻ്റെ തെരുവുകളാണ്, വാണിജ്യ തെരുവുകൾ. ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയ ബസ്സുകളിൽ ഗ്രീസിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതിൽ കൂടുതലും വൃദ്ധരാണ്. അവരിങ്ങനെ കാഴ്ചകളിലേക്ക് പോകുന്ന കണ്ടു. വേറൊരു ഭാഗത്ത് രസകരമായ മറ്റൊരു കാഴ്ച കണ്ടത് വധൂവരന്മാർ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ ആയിരിക്കണം. അവർ വിവാഹ ഡ്രസ്സിൽ തന്നെ വന്നിരിക്കുന്നു. ഫോട്ടോഗ്രാഫർമാരുണ്ട്, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഫോട്ടോ സെഷൻ. വേറൊരു കൗതുകരമായ കാഴ്ച അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുൽമേട്ടിലൊരു ഹെലികോപ്റ്റർ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹെലികോപ്റ്ററിനെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നു. ഹെലികോപ്റ്ററിനകത്തേക്ക് കയറുന്നത്, അവസാന ഷോട്ട് ചിലപ്പോൾ ആ ഹെലികോപ്റ്ററിൽ ഇവർ പറന്നകലുന്നതായിരിക്കാം. ഏതായാലും അത് കാണുന്നിടം വരെ ഞാനവിടെ നിന്നില്ല. പക്ഷേ ആ ഹെലികോപ്റ്റർ ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നാന്ന് മനസ്സിലായി. പൈലറ്റൊക്കെ ഇറങ്ങി വന്ന് ഇവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതോ സമ്പന്നരുടെ വിവാഹമായിരിക്കണം. തിരിച്ച് കാറിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അലക്സാണ്ട്രോസ് കാറിലുണ്ട്. ഞങ്ങൾ യാത്രയാവണം. ഈ മലയിറങ്ങുകയാണ്. മലയിറങ്ങി നമ്മൾ വീണ്ടും പോകുന്നത്, നമ്മൾ ആദ്യ ദിവസം ഇങ്ങോട്ട് വന്ന ഒരു വഴിയിലൂടെ തന്നെയാണ് കുറേ ദൂരം പോകുന്നത്. അവിടുത്തെ ഫിയർ എന്ന് പറയുന്ന ഒരു പട്ടണം, നമ്മൾ അങ്ങ് പോയപ്പോൾ ആ നഗരത്തിലൂടെ കടന്നു പോയത്. ഈ ഫിയർ നഗരം ഒരു മോഡേൺ സിറ്റിയാണ്. ഫിയറും പിന്നിട്ട് വീണ്ടും കുറേ നമ്മൾ ഉൾഗ്രാമങ്ങളിലൂടെ എല്ലാം ഓടി വീണ്ടും ഒരു മല കയറുകയാണ്. ആ മലയുടെ മുകളിലാണ് അർഡനിക്ക എന്ന് പറയുന്ന മൊണാസ്ട്രി. അതും വളരെ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള, ഇവിടെ വന്നാൽ, അൽബേനിയയിൽ വന്നാൽ കാണാതെ പോകരുത് എന്നുള്ള ഒരു സുപ്രധാനമായ സ്ഥലമാണ്. മല കയറി നമ്മൾ മുകളിൽ ചെല്ലുന്നു. മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തെടുത്ത് നിന്ന് കല്ല് വിരിച്ചൊരു പാതയുണ്ട്. അത് നേരെ നടക്കണം. രണ്ട് വശത്തും മരങ്ങളൊക്കെയുള്ള മനോഹരമായൊരു പാതയാണ്. അത് ചെന്ന് നിൽക്കുന്നത് വലിയൊരു പടിപ്പുരയുടെ മുമ്പിലാണ്. വലിയൊരു ഗേറ്റാണ്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറുവശം കാണത്തില്ല. അപ്പോൾ ഇതിനകത്തേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ക്യാമറയായിട്ട് കയറാൻ പറ്റുമോ, അകത്ത് ഷൂട്ടിങ് പറ്റുമോ, അകത്തേക്ക് ഇപ്പോൾ കയറ്റി വിടുന്നത് തന്നെയുണ്ടോ? വാതിൽ അടച്ചിരിക്കുകയാണ്. ആ പടിവാതിൽ അടച്ച് വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു മണിയുണ്ട്. ഞങ്ങൾ മണി അടിച്ചിട്ട് കുറച്ച് നേരം കാത്തു നിന്നു. അപ്പോൾ അലക്സാണ്ട്രോസും കൂടെ വന്നിട്ടുണ്ട്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് വാതിൽ തുറന്നു. അയാൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. വാതിൽ തുറന്നു തന്നു. എന്നിട്ട് അയാളങ്ങ് പോയി. 2 നിലയുള്ളൊരു കെട്ടിടമാണ് ഈ പടിപ്പുര എന്ന് പറയുന്നത് തന്നെ. അത് എന്തൊക്കെ ചെറിയൊരു ഓൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇത് കഴിഞ്ഞങ്ങ് നമ്മൾ കയറി ചെല്ലുന്നത് അതിമനോഹരമായൊരു മൊണാസ്ട്രിയിലേക്കാണ്. അർഡനിക്ക മൊണാസ്ട്രി എന്ന് പറയുന്നത് ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ ഒരു വമ്പൻ മൊണാസ്ട്രി ആയിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഇതിനെ ഒരു ഗോഡൗണോ മറ്റോ ആക്കി മാറ്റിയെങ്കിലും കെട്ടിടത്തിന് വലിയ ഡാമേജൊന്നും വരുത്തിയില്ല. കമ്മ്യൂണിസ്റ്റ് കാലം കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും മൊണാസ്ട്രിയായി. ആദ്യകാലത്ത് ഏതാണ്ട് 300 സന്യാസിമാർ താമസിച്ചിരുന്ന മൊണാസ്ട്രി അത്. ആ മൊണാസ്ട്രിയൊക്കെ കമ്മ്യൂണിസം വന്നതോടുകൂടി ഇവിടുന്ന് എല്ലാത്തിനെയും അടിച്ചിറക്കി അതിനെ ഒരു ഗോഡൗണാക്കി മാറ്റി അത് പൂട്ടിക്കളഞ്ഞു. പിന്നീട് ഇപ്പോൾ ഒരു 5 സന്യാസിമാർ അവിടെ താമസിക്കുന്നുണ്ട്. 5 പേരേ ഉള്ളൂ. ഈ മൊണാസ്ട്രിയുടെ അനുബന്ധമായിട്ടൊരു പള്ളിയുണ്ട്, ഒരു പുരാതനമായ പള്ളി, ഒരു സെൻറ്റ് മേരീസ് പള്ളി മറ്റാണ്. ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നു. ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയാണ്. ബൈസൻ്റൈൻ കാലഘട്ടത്തിലെ ഒരു പള്ളിയാണ്. ഒരു ദുരൂഹത, ഒരു ഇരുട്ട്, അതിലെ മ്യൂറലുകൾ, ചുവർച്ചിത്രങ്ങൾ, ഐക്കണോസ്റ്റാസിസ് എന്ന് പറയുന്ന ശൈലിയിൽ പണിത ചിത്രങ്ങൾ ഒക്കെ ആയിട്ടുള്ള മനോഹരമായൊരു പള്ളി. ആ മനോഹരത എന്ന് പറയുന്നത് അതിൻ്റെ പൗരാണിക ഭാവം, ഒരു ചെറിയ മങ്ങലും ഒരു ഇരുളിമയും എല്ലാം കൂടെ ചേർന്ന ഒരു വിഷ്വലാണത്. അത് മനോഹരമാണ്. എനിക്ക് അത്തരം സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നൂറ്റാണ്ടുകളുടെ ചരിത്രവുമുണ്ട്. എത്രയോ ആളുകൾ കടന്നുപോയ ജീവിതങ്ങൾ, മരണങ്ങളൊക്കെ കണ്ട ഒരു പള്ളി. അതിനകത്തൂടെ കയറി ഷൂട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ വീണ്ടും ഈ പടിപ്പുരയുടെ കെട്ടിടത്തിലേക്ക് കയറുന്നത്. ഈ പടിപ്പുര കെട്ടിടം 2 നിലകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഈ 90കളിൽ രസകരമായ ചില സംഭവങ്ങളുണ്ടായി. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം കഴിഞ്ഞു. ആളുകൾക്ക് സംരംഭകരാകാനുള്ള അവസരം കിട്ടി. കാശ് മുടക്കാം, പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാമെന്നായി. ഈ മൊണാസ്ട്രി ടൂറിസത്തിന് വേണ്ടി തുറന്നു. സന്യാസിമാരുണ്ടെങ്കിലും മൊണാസ്ട്രി കാണാൻ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഏതോ ഒരു മുതലാളി ഈ പടിപ്പുരയെ ഒരു കോഫി ഷോപ്പാക്കി മാറ്റാൻ തീരുമാനിച്ചു. നല്ലൊരു കോഫി ഷോപ്പാക്കുക, അതിന് ചില ഓൾട്ടറേഷൻസ് ഒക്കെ നടത്തണമല്ലോ, അതൊക്കെ ചെയ്തു. കോഫി ഷോപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇങ്ങേര് രോഗം ബാധിച്ച് ആശുപത്രിയിലായി. ആശുപത്രിയിലായെന്ന് മാത്രമല്ല, 3-4 ദിവസത്തിനകം ആൾ മരിച്ചുപോയി. ഈ മുതലാളിക്ക് 2 പാർട്ട്ണർമാരുണ്ടായിരുന്നു. അവർ ഈ പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കുറച്ച് നാൾ ആ പണി മുമ്പോട്ട് പോയി. ആ പണിയൊക്കെ തീരുന്ന സമയമായപ്പോഴേക്കും ഓരോരുത്തരായി 2 പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതോടെ ഈ പള്ളിയിൽ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം അങ്ങ് നിർത്തി. അങ്ങനെ പകുതിയാക്കിയിട്ട് ഒരു കോഫി ഷോപ്പിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇനി ബറാത്ത്, അതാണ് ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ലക്ഷ്യസ്ഥാനം. ഈ സമയപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു കേട്ടോ. മലയിറങ്ങി താഴ്വാരത്തെത്തി. പിന്നെ താഴ്വാരത്തുകൂടിയാണ് ദീർഘമായ യാത്ര. ദീർഘമായ യാത്ര തന്നെ ഏതാണ്ട് ഒരു കിഴക്കോട്ടാണ് യാത്ര ചെയ്യുന്നത്. അതും മലഞ്ചെരുവിലേക്ക് പോകണം.
മലമുകളിലല്ല, മലഞ്ചെരുവിലെ ഒരു പുരാതന നഗരമാണ് ബറാത്ത്. നമ്മൾ ജിറോക്കാസ്റ്ററിൽ ആ കല്ലുകൊണ്ട് പണിത വെള്ള നിറമുള്ള ഭിത്തിയുള്ള മരം കൊണ്ടുള്ള ജനാലകളുള്ള മേൽക്കൂരയിൽ സ്ലേറ്റ് പാളികൾ വിരിച്ച ആ കെട്ടിടങ്ങളുള്ള ആ മനോഹരമായ ജിറോക്കാസ്റ്റർ പട്ടണം കണ്ടില്ലേ? ഇതേപോലെ തന്നെ അല്ലെങ്കിൽ അതിലേറെ മനോഹരമായ ചരിത്രമുള്ളൊരു നഗരമാണ് ബറാത്ത്. ആ ബറാത്ത് കാണാതെ നമ്മൾ പോകാൻ പാടില്ല ഈ നാട്ടിൽ നിന്ന്. അതിന് ഈ ബറാത്തും കൂടെ ചിത്രീകരിക്കണം. ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചാൽ ഇങ്ങനെ തൊട്ട് കാണിക്കും. അപ്പോൾ അലക്സാണ്ട്രോസ് കാര്യം മനസ്സിലാക്കും, അയാളിങ്ങനെ കാണിക്കും, പറപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓടി ഏകദേശം ഒരു 3 മണിയായപ്പോഴത്തേക്കും ബറാത്ത് പട്ടണത്തിൻ്റെ സമീപത്തേക്കെത്തി. ഈ ബറാത്ത് പട്ടണം എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയൊരു പ്രദേശത്തിൻ്റെ ഒരു പേരാണ് ബറാത്ത് എന്ന് പറയുന്നത്. ബറാത്തിൻ്റെ നടുക്കുകൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ഓസും എന്ന് പറയുന്ന നദിയാണ് ഓസൂം നദി. ഓസൂം നദി അധികം വെള്ളമൊന്നുമില്ല ഇപ്പോൾ. അതിനടുത്തുള്ളൊരു പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വണ്ടി നിർത്തി. ഇനി നമുക്കെല്ലാം നടന്നേ കാണാൻ പറ്റുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുരാതന നഗരമാണ്. നമ്മൾ ഈ വണ്ടി നിർത്തുന്നിടത്തും ഈ നദീതീരത്തൂടെ നടക്കുമ്പോഴും ഒക്കെ സമതലമാണ്. ഈ ഓസൂം നദിയുടെ 2 കരയിലുമായിട്ട് 2 പട്ടണങ്ങളുണ്ട്. പട്ടണത്തിന് 2 ഭാഗങ്ങളുണ്ട്. അതാണ് കുറച്ചുകൂടെ ശരി. നമ്മളിപ്പം നിൽക്കുന്ന ഭാഗത്ത് മലഞ്ചെരുവിൽ മലയിലേക്ക് ഇങ്ങനെ പടർന്നു കയറിയതുപോലെ ഒരു പട്ടണഭാഗമുണ്ട്. മംഗലം എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത്. മംഗലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാളത്തിലെ ഒരു വാക്കൊക്കെ പോലെ നമുക്ക് തോന്നും. നദിക്കക്കരെ മലഞ്ചെരുവിൽ, അവിടെയും മലയുടെ ഒരു ചെരുവാണ്, ഇപ്പറേയും മലയുടെ ഒരു ചെരുവാണ്. ഈ മലയുടെ നടുക്കൂടെയാണ് നദി ഒഴുകുന്നത്. അപ്പോൾ ഇതിൻ്റെ നദിയുടെ 2 കരയും മലഞ്ചെരുവ് അങ്ങ് ആരംഭിക്കുന്ന സ്ഥലങ്ങളാണ്. ആ മലഞ്ചെരുവിൽ ഒരു പട്ടണഭാഗമുണ്ട്. അത് ഗോറിക്ക എന്ന് പറയും. അവിടെയും ഈ പുരാതനമായ കെട്ടിടങ്ങളാണെങ്കിലും ഇപ്പുറത്തെ മംഗലം ഭാഗത്തേതുപോലെ ഇങ്ങനെ അട്ടിങ്ങി അതിങ്ങനെ സ്റ്റെപ്പ് കെട്ടിയതുപോലെയാണ്. ഇങ്ങനെ കുത്തനെയുള്ള മലയിൽ കെട്ടിടങ്ങൾ പണിയും പറയാമല്ലോ, പുറകിൽ വരുമ്പോൾ ഈ ഒരു കെട്ടിടം പല നിലയായിട്ട് പണിതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ അടിക്കാണ് നിൽക്കുന്നത്. അതൊരു കാഴ്ച തന്നെ കേട്ടോ, മനോഹരമായ കാഴ്ചയാണ്. അവർ ആ ട്രഡീഷണൽ ശൈലിയിൽ ആ കെട്ടിടം ആ കല്ലുകൊണ്ട് ചുടുകട്ടയൊക്കെ കൊണ്ട് പരമ്പരാഗത രീതിയിൽ പണിതിട്ട് അതിൻ്റെ മുകളിൽ അവിടെ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രത്യേകതരം ടൈൽ ഓടുകൊണ്ട് ഒക്കെ മേൽക്കൂരയൊക്കെ ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് കാണുമ്പം ഒരു യുനെസ്കോ ഹെറിറ്റേജ് സിറ്റിയാണത്. അവിടെ അതിഗംഭീരമായ കാഴ്ചകളാണ്. അപ്പുറത്തെ സൈഡിലാണ് ഗോറിക്ക അത്രയും അടുത്തടുത്തല്ല വീടുകൾ, എങ്കിലും അതും ഒരു ചരിത്ര നഗരമാണ്. അപ്പോൾ ആദ്യം ഞാൻ നടന്ന് തീരത്തൂടെ ചെന്ന് ഒരു തൂക്കുപാലം കടന്ന് ഗോറിക്കയിൽ പോയിട്ട് വരാൻ തീരുമാനിച്ചു. അപ്പോൾ അലക്സാണ്ട്രോസ് വണ്ടി പാർക്ക് ചെയ്തിടത്ത് തന്നെ വെയിറ്റ് ചെയ്തോളാം, അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാലത്തിലേക്ക് കയറി. ഒരു തൂക്കുപാലമാണ്. ഈ തൂക്കുപാലം മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് വേറൊരു കൽപ്പാലമുണ്ട്. ആ കൽപ്പാലത്തെ കൂടെയാണ് കാറുകളും വാഹനങ്ങളും ഒക്കെ പോകുന്നത്. ഇതിലൂടെ നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഈ തൂക്കുപാലത്തെ കൂടെ നദിയെ നമുക്ക് ക്രോസ് ചെയ്ത് നടുഭാഗത്തെത്തി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ഈ മംഗലം ഏരിയ മനോഹരമായ കാഴ്ച. അതിൻ്റെ മുകളിൽ ഈ പുരാതനമായ പല കെട്ടിടങ്ങളും ഹോട്ടലുകളും ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ നടന്ന് ഈ ഗോറിക്ക ഭാഗത്തേക്ക് എത്തുന്നു. ഗോറിക്ക ഭാഗത്തെ ഈ വീടുകൾ പലതും താഴത്തെ നില കൂടുതലും റെസ്റ്റോറൻറ്റുകളാണ്. മുകളിലത്തെ നില അവർ ഹോട്ടലുകളായിട്ട് അല്ലെങ്കിൽ ഹോം സ്റ്റേകളായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുക. ഞാനീ ചെല്ലുന്ന സീസൺ അല്ലാത്തത് കൊണ്ടാവാം അധികം ടൂറിസ്റ്റുകളില്ല. പക്ഷേ അതെല്ലാം ഹോട്ടലുകളാണെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അവിടെ കുറേ പള്ളികളുണ്ട്, ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട്. ആ ക്രിസ്ത്യൻ ചർച്ചുകൾ വലിയ തോതിലെണ്ണം ഇവിടെ കൂടുതലുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോറിക്ക പ്രദേശം ഒരു ക്രിസ്ത്യൻ പ്രദേശമായിരുന്നു. മറുവശം അതായത് മംഗലം പ്രദേശം കൂടുതലും മുസ്ലിംസ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതിന് ചരിത്രപരമായൊരു കാരണമുണ്ട്. ഈ നഗരത്തിൽ തന്നെ കൂടുതലും മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷേ ഈ ഓട്ടോമൻ തുർക്കികൾ ഇവിടെ വന്ന് കീഴടക്കിയതിന് ശേഷം ആ കാലത്തെ ഭരണാധികാരികൾ എന്ത് ചെയ്തു? ഈ മംഗലം പ്രദേശത്തെ ക്രിസ്ത്യാനികളെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചു. അപ്പോൾ കുറേ പേരൊക്കെ മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമിലേക്ക് മാറി. അതിന് തയ്യാറല്ലായിരുന്നവരെന്ത് ചെയ്തു? നദി കടന്ന് ഇപ്പറേ വന്ന് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി ഈ ഗോറിക്ക പ്രദേശത്ത്. അങ്ങനെയാണ് ഗോറിക്ക പ്രദേശം ക്രിസ്ത്യാനികളൊരു പ്രദേശമായത്. അവിടെ കുറേ ക്രിസ്ത്യൻ ചർച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗോറിക്ക പ്രദേശത്തൂടെ ഞാൻ ഒന്ന് ചുറ്റി നടന്നു. ആ വീടുകളുടെ ശൈലി, വലിയ ജാലകങ്ങൾ, മരജാലകങ്ങൾ, ചുണ്ണാമ്പ് കല്ല് കൊണ്ട് പണിത കെട്ടിടങ്ങൾ, ഇതെല്ലാം കണ്ടു നടന്നു. അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ. പക്ഷേ അധികം ആളുകളെയൊന്നും കാണുന്നില്ല. അതിലൂടെ കുറേ ദൂരം നടന്നു വന്ന് ഞാൻ ഈ കൽപ്പാലത്തിലേക്ക് കയറി. ഈ കൽപ്പാലത്തിൽ കൂടെ വാഹനങ്ങളൊക്കെ പോകാം. ആളുകൾ ജോലി കഴിഞ്ഞ് നടന്നു വരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങുന്നവരുണ്ടാവാം, സ്കൂളിൽ നിന്ന് മടങ്ങുന്ന കുട്ടികളുണ്ടാവാം, ചെറുപ്പക്കാരുടെ ചെറിയ സംഘങ്ങളുണ്ട്. ഇവരെയൊക്കെ പിന്നിട്ട് ഞാൻ ഈ പാലത്തിൻ്റെ നടുക്കോട്ട് ചെന്നു. കൽപ്പാലമാണ്. ഇതിന് 7 ആർച്ചുകളുണ്ട്. കരിങ്കല്ല് കൊണ്ട് പണിത 7 ആർച്ചുകളുണ്ട്. ഇത് 1900 ആദ്യ നാളുകളിൽ പണിത ഈ പാലം. പക്ഷേ 18-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇതിലാദ്യമായിട്ട് പാലം പണിയുന്നത്. അന്ന് മരപ്പാലങ്ങളായിരുന്നു.
ഈ നദിയിൽ ചില സീസണിൽ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകും. വെള്ളം കുത്തൊഴുക്കോടെ അടി കൂടി ഒഴുകും. അങ്ങനെ വരുമ്പോൾ ഈ മരപ്പാലം പലപ്പോഴും തകർത്തു. അപ്പോൾ ഇവിടെ മരപ്പാലം സ്ഥിരമായിട്ട് നിൽക്കാത്തതിൻ്റെ കാരണം ഏതോ ഒരു ദുഷ്ടാത്മാവ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നതാണെന്ന് നാട്ടുകാർക്കൊരു വിശ്വാസം ഉണ്ടായി. അപ്പോൾ പിന്നീട് പാലം പണിതപ്പം ഇവർ അതിക്രൂരമായൊരു കാര്യം ചെയ്തു. പാലത്തിന് വേണ്ടി ഫൗണ്ടേഷൻ ഇടുമ്പോൾ, മരപ്പാലമാണെങ്കിലും അതിന് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ആ തൂണിനടിയിൽ, ഒരു സൈഡിലെ തൂണിൻ്റെ അടിയിൽ അവരൊരു സെല്ല് പോലെ ഒരു ഭാഗം പണിതു. എന്നിട്ട് ഒരു പെൺകുട്ടിയെ അതിനകത്ത് അടച്ചു. ആ പെൺകുട്ടിയെ അതിനടച്ചിട്ട് അതിന് മുകളിലാണ് ഈ പാലം പണിതത്. അടച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിടന്ന ആ പെൺകുട്ടി ഭക്ഷണമില്ലാതെ നരകയാതന അനുഭവിച്ച് മരിച്ചു. അങ്ങനെയാണ് അവിടുത്തെ ഒരു വിശ്വാസം. അതിനുശേഷം പണിത പാലം ദീർഘകാലം നിലനിന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിക്രൂരമായ ചില അന്ധവിശ്വാസങ്ങളുടെയൊക്കെ കഥകളും ഈ നാട്ടിലെ ഇത്തരം നിർമ്മിതിയൊക്കെ പറയാനുണ്ട്. ഈ പാലത്തിലൂടെ നടന്ന് നമ്മൾ മറുകര വീണ്ടും നമ്മൾ പുറപ്പെട്ട കരയിലേക്ക് തന്നെ തിരികെ എത്തി. നടക്കുമ്പോൾ മലയുടെ മുകളിൽ വലിയൊരു കോട്ടയൊക്കെ കാണാം. അതായത് ഈ മംഗലം എന്ന് പറയുന്ന പ്രദേശം ഇരിക്കുന്നതിൻ്റെ പിന്നിലെ മല, ആ മലയുടെ ചെരുവിലാണ് ഈ മംഗലം എന്ന് പറയുന്ന പുരാനഗരം. അതിൻ്റെ മുകളിൽ, ഏറ്റവും മുകളിൽ വലിയൊരു കാസിലൊക്കെ ഉണ്ട്, വലിയൊരു കോട്ടയൊക്കെ ഉണ്ട്. ആ കോട്ടയ്ക്കകത്ത് മനുഷ്യർ വസിക്കുന്നുണ്ട്, അതിനകത്ത് ആളുകളുണ്ട്. ഇന്നും ആളുകൾ വസിക്കുന്നൊരു പ്രദേശം. അതിനകത്ത് കുറേ പള്ളികളൊക്കെ ഉണ്ട്. അതിനകത്ത് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് താമസിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും, ഒരു 90% പേരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിലയിടത്ത് ക്രിസ്ത്യാനികൾ, ചിലയിടത്ത് മുസ്ലിംസൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റിൽമെൻറ്റുകളായി വസിക്കുന്നു. പക്ഷേ ഇവർ തമ്മിൽ അൽബേനിയയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൗഹാർദ്ദത്തിലാണ് മനുഷ്യർ വസിക്കുന്നത്. മതപരമായ ഒരു വേർതിരിവുമില്ല. മതവിശ്വാസം തന്നെ അങ്ങനെ തീവ്രമായ മതവിശ്വാസമല്ല. അവരുടെ ഒരു പാരമ്പര്യത്തിൽ ഇങ്ങനെ പുലരുന്നു എന്നുള്ളതല്ലാതെ തീവ്ര മതചിന്തകളോ പരസ്പരമുള്ള വിദ്വേഷമോ ഒന്നുമില്ലാതെ ജീവിക്കുന്ന നല്ലൊരു ജനസമൂഹമാണ് അവിടെ. ഞാനാ ചെല്ലുന്ന കാലത്ത്. ഇപ്പം എങ്ങനെയായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ്. അവരാ മട്ടിൽ തന്നെ തുടരാനാണ് സാധ്യത. അങ്ങനെ നടന്ന് നമ്മൾ മംഗലം പ്രദേശത്തേക്ക് എത്തുന്നു. മംഗലം പ്രദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മലയുടെ തട്ടായിട്ട് കുത്തനെ കിടക്കുന്ന ആ ഭാഗത്തെല്ലാം കെട്ടിടം പണിത് വെച്ച് ഒരൊറ്റ കെട്ടിടം മലയെ പൊതിഞ്ഞ് വെച്ചതാണെന്ന് നമുക്ക് തോന്നുന്ന പറ്റില്ല. അതിനിടയ്ക്കൂടെയുള്ള സ്റ്റെപ്പുകൾ കയറിപ്പോകാം. ഇടയ്ക്ക് കുത്തനെയുള്ള വഴികളുണ്ട്, കല്ല് വിരിച്ച പാതകളുണ്ട്, കരിങ്കല്ല് കൊണ്ടുള്ള കെട്ടുകളുണ്ട്, ഭിത്തികളുണ്ട്. ഇടയ്ക്ക് ചില വീടുകളുടെ തിണ്ണകളുണ്ട്. ഈ തിണ്ണയിലൊക്കെ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഭക്ഷണം കഴിക്കുന്ന വീടുകളെന്ന് പറയുന്നത് ശരിക്കും ഒരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഒക്കെയാണ്. ആ റെസ്റ്റോറൻറ്റ് തിണ്ണകളിലൊക്കെ ടൂറിസ്റ്റുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സീസണുണ്ട് ഇവിടെ. ഇവിടെ കാണുന്ന ബഹുഭൂരിപക്ഷം കെട്ടിടങ്ങളും ടൂറിസത്തിന് വേണ്ടിയാണ്. അതിമനോഹരമായ സ്ഥലമാണ്. അവിടുത്തെ ഓരോ തിണ്ണയിലും ഇരുന്ന് കഴിഞ്ഞാൽ താഴെ നമുക്ക് നദി കാണാം. ഈ നദി ഇങ്ങനെ ഒഴുകുന്നു. നദിക്ക് കുറുകെയുള്ള നടപ്പാലം കാണാം. അതിനപ്പുറം നമ്മൾ നേരത്തെ കടന്നു വന്ന അപ്പുറത്ത് കണ്ട ഗോറിക്ക എന്ന പ്രദേശം, ഇതെല്ലാം ഗോറിക്കയുടെ പിന്നിലെ മലനിരകൾ. അതിമനോഹരമായ കാഴ്ചയാണ്, സുന്ദരമായ കാഴ്ചയാണ്. അവിടെയും വേണ്ടി വന്ന ഒരാഴ്ചയൊക്കെ താമസിക്കാൻ നമുക്ക് തോന്നും. അത്ര ഗംഭീരമായൊരു അനുഭവമാണ്. അങ്ങനെ മല കയറി ഇറങ്ങി ആ മലയിലെ പല തട്ടുകളിലൂടെ നടന്ന്, പല കെട്ടിടങ്ങളിലൂടെ സമീപത്തൂടെ ഒക്കെ ചുറ്റി നടന്ന് ആ പുരാതന നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വരുമ്പോൾ അവിടെ ഒരു മോസ്കുണ്ട്. ബാച്ചിലേഴ്സ് മോസ്ക് എന്നാണ് അതിൻ്റെ പേര്. ഈ ബാച്ചിലേഴ്സ് മോസ്ക് എന്ന് പേര് വരാൻ കാര്യം, ഇത് പണിയുന്ന സമയത്ത് ഇതിൻ്റെ ചുവരുകളിലൊക്കെ രസകരമായ കുറേ പെയിൻറ്റിങ്ങുകളുണ്ട്. ഈ പെയിൻറ്റിങ്ങുകളും ഈ കലാ വർക്കുകളും ഒക്കെ ചെയ്തത്, ഈ ആർട്ടിസ്റ്റിക് വർക്കുകളും ഒക്കെ ചെയ്തത് ബാച്ചിലേഴ്സായ ഒരു സംഘം ചെറുപ്പക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ബാച്ചിലേഴ്സ് മോസ്ക് എന്ന് പേര് വന്നത്. ബാച്ചിലേഴ്സ് മോസ്ക് ഒക്കെ കണ്ട് താഴേക്ക് ചെന്ന് വീണ്ടും ഇനി എനിക്ക് കോട്ടയ്ക്ക് പോകണം, മലമുകളിലേക്ക് കയറണം. നമ്മൾ താഴേന്ന് കണ്ട ആ വലിയ കോട്ടയുടെ അവിടെ നിന്ന് പോകണം. കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അലക്സാണ്ട്രോസിൻ്റെ കാര്യം പറയുന്നു. അലക്സാണ്ട്രോസ് കാർ വിടുന്നു. അതിന് നഗരത്തിൻ്റെ പുതിയ ഭാഗം ചുറ്റി വേണം അങ്ങോട്ട് കയറിപ്പോകാൻ. പുതിയ ഭാഗം ചുറ്റി പോകുമ്പോൾ നമ്മൾ അവിടുത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കാണുന്നുണ്ട്. അവിടുത്തെ പല പുതിയ കാല നിർമ്മിതികളും കാണുന്നുണ്ട്. നഗരത്തിൻ്റെ പുതിയ ചത്തുരങ്ങൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ പിന്നിട്ട് ഒരു കല്ല് വിരിച്ച പാതയിലൂടെ, അത് റഫാണ് കല്ല്, ഒരു കുന്ന് കയറ്റം കയറി നമ്മളൊരു വലിയ പടിപ്പുര കടന്ന്, പടിപ്പുരയല്ല വലിയൊരു ഗേറ്റ്, ഒരു കോട്ടയുടെ കവാടമാണ്. അത് കടന്ന് അടുത്തൊരു കവാടത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യർ വസിക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ടയ്ക്കകത്തെ നഗരമാണ്. നമ്മൾ ജയ്സാൽമീർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. അവിടെ മനുഷ്യരും വസിക്കുന്നുണ്ട് അകത്ത്. ഇതൊരു ചരിത്ര സ്ഥലമാണ്, ഒരു ഹെറിറ്റേജ് സിറ്റിയാണ്, ഒരു യുനെസ്കോ ഹെറിറ്റേജ് സിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടയ്ക്കകവും താഴെ നമ്മൾ കണ്ട മംഗലം പ്രദേശവും ഒക്കെ യുനെസ്കോയുടെ ഹെറിറ്റേജ് പദവിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടുത്തെ സ്ത്രീകളുടെ ഒരു പ്രധാന ജോലി ഇങ്ങനെ നെയ്ത് ലേസ് വർക്ക് ചെയ്ത് തുണികൾ ഉണ്ടാക്കലാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവർ പയ്യെ അഴിച്ചു തുടങ്ങി. ഇനി അധികം ടൂറിസ്റ്റുകൾ വരില്ല എന്നുള്ള ധാരണയിൽ. പക്ഷേ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ അങ്ങ് നടക്കുന്നുണ്ട്.
അവസാനത്തെ ടൂറിസ്റ്റുകൾ ആകാം തിരിച്ചിറങ്ങിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മണി ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. വെയിൽ ഒക്കെ ആറി സന്ധ്യയായി തുടങ്ങി. ഞാൻ ഉള്ളിലോട്ട് നടന്നു. ഉള്ളിലോട്ട് നടക്കുമ്പോൾ ഒത്തിരി ഇടത്തഴിവുകളൊക്കെ ഉണ്ട്. മനോഹരമായ സ്ഥലമാണ്, പക്ഷേ അധികം ആളുകളെ കാണുന്നില്ലെന്നേ ഉള്ളൂ. പുരാതനമായ നൂറ്റാണ്ടുകളുടെ പുറകിലേക്ക് നമ്മൾ ചെന്ന പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെയെല്ലാം നല്ല വെളുത്ത കല്ലാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത്. ഈ ഭിത്തി കെട്ടിയിരിക്കുന്നതും കല്ലുകൾ കൊണ്ടാണ്. അപ്പോൾ വെളുത്ത നിറമുള്ള കല്ലുകൊണ്ട് നിലം വിരിച്ചിരിക്കുന്ന, ചുറ്റും ഭിത്തി കെട്ടിയിരിക്കുന്ന പുരാതനമായൊരു നഗരത്തിലൂടെ നമ്മൾ നടക്കുകയാണ്. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു റെഡ് മോസ്ക്, ഒരു ചുവന്ന മോസ്കിൻ്റെ ഒരു അവശേഷിപ്പുണ്ട്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മളൊരു വലിയൊരു സ്ക്വയറിലേക്ക് ചെല്ലും. ഒരു പുൽമേട് പോലത്തെ ഒരു വലിയൊരു മുറ്റമാണ്. ഈ മുറ്റത്തിന് ചുറ്റും കുറേ കെട്ടിടങ്ങളുണ്ട്. പണ്ടുകാലത്ത് ആയുധപ്പുരകളായിരുന്നത്. അതിലൂടെ നമുക്ക് നടന്ന് സിറ്റാഡലിൻ്റെ ഒരു മൂലയ്ക്ക് ചെല്ലാം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴ്വര കാണാം, നമ്മൾ കണ്ട നഗരമൊക്കെ കാണാം, നമ്മൾ കണ്ട മംഗലം പ്രദേശം കാണാം, പുതിയ നഗരത്തിൻ്റെ ഭാഗങ്ങൾ കാണാം. അതങ്ങ് താഴെയാണ്. അപ്പോൾ നമ്മൾ എത്ര കയറ്റം കയറി വന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ ഇരുന്ന് നോക്കുമ്പോൾ നേരെ ഇരുട്ടി വരുന്നു, സന്ധ്യയാകുന്നു, നഗരത്തിലൊക്കെ വെളിച്ചം തെളിഞ്ഞു വരുന്നു. ഇതൊക്കെ നമ്മളവിടെ നിന്ന് കാണുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി. നല്ല ഇരുട്ടത്ത് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇത് തിരിച്ചു പോകണമല്ലോ. പ്രശ്നം എന്നറിയോ, ഈ കോട്ടയ്ക്കകത്ത് പല ഉൾവഴികളിലൂടെ നമ്മൾ നടക്കുന്നത്, കല്ല് വിരിച്ച പല പല വഴികൾ. എനിക്കൊരു സംശയം, ഇതെങ്ങനെ ഞാൻ ഇനി തിരിച്ചു പോകും? ഇത് ഒരു മനുഷ്യനെ അവിടെ കാണാനില്ല. വന്ന വഴിയൊന്നും ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഒടുവിലൊരു ഊഹം വെച്ച് ഞാനിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ചെന്ന് ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ ടൂറിസ്റ്റുകളൊന്നുമില്ല. ടൂറിസ്റ്റുകളെല്ലാം തന്നെ പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിനകത്തേക്ക് കാറൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഈ വീട്ടുകാരുടെയൊക്കെയാണ്. ടൂറിസ്റ്റുകളുടെ കാർ കയറ്റി വിടിയാലായിരിക്കണം. ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ആളുകളുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് നടക്കാനിറങ്ങിയ ആളുകളെ കാണാം. അതുപോലെ ഈ റെസ്റ്റോറൻറ്റ് തിണ്ണലിരിക്കുന്ന ആളുകൾ, അന്നത്തെ കച്ചവടമെല്ലാം അവസാനിപ്പിച്ച് ഈ കയറുകളിൽ നിന്ന് ഈ ലേസ് വർക്ക് ചെയ്ത തുണിയൊക്കെ അഴിച്ചെടുക്കുന്നവർ, അങ്ങനെ അവരെയൊക്കെ പിന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കാറുമായിട്ട് ഇയാൾ കാത്തു നിൽക്കുന്നുണ്ട്. ഇയാൾ എന്നെ കാണാതെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അലക്സാൻഡ്രോസ് കാറിൽ കയറി മല ഇറങ്ങി താഴെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു റിപ്പബ്ലിക്ക ബുളവാർഡുണ്ട്. ആ ബുളവാർഡിൻ്റെ ഓരത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു. പിന്നെ ഞാൻ നടന്നു. ഈ റിപ്പബ്ലിക്ക ബുളവാർഡ് ചെല്ലുന്നത് നഗരത്തിൻ്റെ പുതിയ സ്ക്വയറിലേക്കാണ്, നഗര ചത്തുരത്തിലേക്കാണ്. അങ്ങോട്ട് നടക്കുമ്പോൾ ഇതിലെ മുഴുവൻ ആളുകൾ നടക്കുകയാണ്. നമ്മൾ മുമ്പേ കണ്ടൊരു നഗരമല്ല. സന്ധ്യ കഴിഞ്ഞതോടുകൂടി ജനമെല്ലാം പുറത്തേക്ക് ഇറങ്ങി വീടുകളിൽ നിന്ന്. പ്രായമായവർ, ചെറുപ്പക്കാർ, ഭാര്യയും ഭർത്താവും കുട്ടിയുമായിട്ട് കുടുംബസമേതം നടക്കുന്നവർ, കൊച്ചുകുട്ടികളെ കളിപ്പിച്ച് നടക്കുന്നവർ, പ്രാമിൽ കുട്ടികളെ ഉന്തിക്കൊണ്ട് പോകുന്നവർ, ഒക്കെ പല പ്രായത്തിലുള്ള ആളുകൾ തെരുവിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. ഇതൊരു സാധാരണ ദിവസമാണ്. എന്നിട്ടും ഒരിടത്ത് ഒരു വഴിവിളക്ക് പോലെ ഒരു വിളക്കുണ്ട്. ആ ലൈറ്റിൻ്റെ ചുവട്ടിൽ ഒരു 10-12 പേര് കൂടി നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ. അതെല്ലാം പ്രായമായവരാ. ചെല്ലുമ്പോൾ ഇതിൻ്റെ നടുക്ക് 2 പേരിരുന്ന് ചെസ്സ് കളിക്കുക. ഈ 2 പേരിരുന്ന് ചെസ്സ് കളിക്കുന്നതിന് ഗ്രൂപ്പ് തിരിഞ്ഞ് 12 പേര് വട്ടത്തിൽ നിൽക്കുക. അവരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അവർ മിണ്ടുന്നൊന്നും ഇല്ലെങ്കിൽ ഓരോ നീക്കത്തിനും അവരിങ്ങനെ ആവേശം കൊള്ളുന്നുണ്ട്. ഇങ്ങനെ പല സംഘങ്ങൾ. അതായത് സന്ധ്യ കഴിയുമ്പോൾ ടെലിവിഷൻ്റെ മുന്നിൽ, സീരിയലിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങുകയല്ല. അവർ സ്ക്വയറിലേക്ക് ഇറങ്ങുകയാണ്, മനുഷ്യരെ കാണുകയാണ്, കുട്ടികളെ ഒരു സാമൂഹ്യ ജീവിയായി വളർത്തുകയാണ്. ഞാൻ തിരിച്ചു നടന്നു. അവിടെ ചെല്ലുമ്പോൾ അലക്സാൻഡ്രോസ് കാത്തു നിൽക്കുന്നുണ്ട്. കാറിൽ കയറി 2 മണിക്കൂർ ദീർഘമായ യാത്ര, ഇരുട്ടിലൂടെ, വലിയ വെളിച്ചമൊന്നുമില്ലാത്ത പാതകളിലൂടെ ഓടി. രാത്രി ഒരു 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ടിറാനയിലെത്തി. ടിറാനയിലെ ആ പ്രധാന സ്ക്വയറിൻ്റെ ഓരത്ത് തന്നെ നമ്മൾ താമസിച്ചിരുന്ന ക്യാപിറ്റൽ ഹോട്ടലിൽ തന്നെയാണ് ഇന്നും താമസിക്കേണ്ടത്. നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ മുറി. അലക്സാൻഡ്രോസിനോട് ഞാൻ പറഞ്ഞു, നാളെ രാവിലെ 6:30 എത്തണം. എത്തിക്കോളാമെന്ന് ഏറ്റു. കാരണം എനിക്ക് എയർപോർട്ടിലേക്ക് പോകണം. രാവിലെ 6:30 പുറപ്പെടണം. പിറ്റേ ദിവസം രാവിലെ 6:30 തന്നെ കൃത്യം അലക്സാൻഡ്രോസ് എത്തി. നഗരത്തോട്, ടിറാനയോട് യാത്ര പറഞ്ഞു. ഇനി എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിലെത്തി. അലക്സാൻഡ്രോസിന് കൊടുക്കാനുള്ള പൈസയെല്ലാം സെറ്റിൽ ചെയ്തിരുന്നു. ഈ അലക്സാൻഡ്രോസിനും എനിക്കും തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നൊരു ഭാഷ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ യാത്ര എത്ര വിസ്മരണീയമായെന്ന് ഞാൻ ചിന്തിച്ചു. ഏതായാലും അലക്സാൻഡ്രോസ് വളരെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഞാൻ എയർപോർട്ടിനകത്തേക്ക് കയറി. അവിടെ ചെല്ലുമ്പോൾ ഒരു കുഴപ്പം. 9:30-ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. 9:30-യുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 1:30-ക്ക് ആക്കിയിരിക്കുന്നു. ഇത് തുർക്കിഷ് എയർലൈൻസിൻ്റെ വിമാനമാണ്. ഇതിൽ ഇസ്താൻബുളിൽ ചെന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിൽ കയറി എനിക്ക് ബോംബെ ചെല്ലണം. ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് അടുത്ത ഫ്ലൈറ്റ് കണക്റ്റ് കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് ഡിലേ ആയി ഇതെല്ലാം ഡിലേ ആവും, ഇതെല്ലാം മിസ്സാവും. ഇസ്താംബുളിൽ നിന്നുള്ള കളക്ഷൻ ഫ്ലൈറ്റ് വൈകിട്ട് 7 മണിക്കേ ഉള്ളൂ. അപ്പോൾ 1:30-ക്ക് ഇവിടുന്ന് പുറപ്പെട്ടാലും കൃത്യസമയത്ത് ഇസ്താംബുളിലെത്താം. ഞാനങ്ങനെ 1:30-യുടെ ഫ്ലൈറ്റ് പുറപ്പെടുന്നതും കാത്ത് ആ ടിറാനയിലെ ആ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കാഴ്ചകളിലൂടെ ഇങ്ങനെ ചുറ്റി നടന്നു.
അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 66600. സന്ദർശിക്കൂ sanjaram.com.